ഹലോ, ഗ്രീൻ മീഡിയാസിലേക്ക് സ്വാഗതം. കളങ്കാവലിൻ്റെ ടീസർ റെഡി ആയിരിക്കുകയാണ്. ടീസർ സെൻസറിങ് കാര്യങ്ങളൊക്കെ പൂർത്തിയായിരിക്കുന്നു. അതിൻ്റെ അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുന്നു. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയൂടെ ചെയ്യുകയാണ്. സിനിമയുടെ പേര് കളങ്കാവൽ. അതിൻ്റെ ടീസറാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 53 സെക്കൻഡാണ് ടീസറിൻ്റെ ദൈർഘ്യം. മൂവിക്ക് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ടീസറിന് ലഭിച്ചിരിക്കുന്നത് സർട്ടിഫിക്കറ്റാണ്. അതായത് തിരുവനന്തപുരത്ത് സർട്ടിഫൈഡ് ബൈ റീജിയണൽ ഓഫീസ് തിരുവനന്തപുരമാണ്. അതിൻ്റെ സർട്ടിഫിക്കറ്റ് നമ്പറും കാര്യങ്ങളുമൊക്കെ വന്നിരിക്കുന്നു. എന്തായാലും 20-ാം തീയതി ഇന്നാണ് സിനിമയുടെ ആ ഒരു ടീസർ ഒഫീഷ്യലായിട്ട് സെൻസർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. നെയിം ഓഫ് ദ പ്രൊഡ്യൂസർ MS മമ്മൂട്ടി കമ്പനി ഫിലിം പ്രൈവറ്റ് ലിമിറ്റഡ് എറണാകുളം എന്നുള്ള പേരിലാണ്. എന്തായാലും 53 സെക്കൻഡുകളിലുള്ള ആ ഒരു ടീസറിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും കാത്തിരിക്കുകയായിരുന്നു. മാസങ്ങൾ 5-6 എന്ന് നമുക്ക് തന്നെ പറയാം. അവർ കിങ് ഈസ് ബാക്ക് എന്ന് തന്നെയാണ് പറയാനുള്ളത്. അതെ, മമ്മൂക്കയുടെ ആ ഒരു തിരിച്ചുവരവിൽ നമുക്കെല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ കളങ്കാവൽ അങ്ങോട്ട് അഴിഞ്ഞാടാൻ പോവുകയാണ്. ഇക്കുറി മമ്മൂട്ടി ഫാൻസിനോട് എടുത്ത് പറയാനുള്ള കാര്യം, സാധാരണ മമ്മൂട്ടിയുടെ ഗംഭീര സിനിമകൾ വരുമ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ തകർക്കുക മാത്രമല്ല വേണ്ടത്, തിയേറ്ററിലും പോയി ഇക്കുറി തകർക്കണമെന്നുള്ളതാണ്. അതുതന്നെയാണ് ഇക്കുറി എനിക്ക് എടുത്തു പറയാനുള്ള കാര്യങ്ങൾ. അതായത് വേറെ ഒന്നുമല്ല, 100 കോടിക്ക് മുകളിൽ നേടേണ്ട അല്ലെങ്കിൽ 100 കോടി നേടിയ മമ്മൂക്കയുടെ പല സിനിമകളും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു. പക്ഷേ തിയേറ്ററിൽ നിന്ന് മാത്രമേ 100 കോടി ആ സിനിമയ്ക്കൊക്കെ നേടാൻ കഴിഞ്ഞേനെയും ഒരു പക്ഷേ അതിൻ്റെയൊക്കെ മുകളിലേക്ക്. ഭീഷ്മപർവം എന്ന ചിത്രം അത്ര ഗംഭീരമായിരുന്നു. സമീപകാലത്ത് നമ്മൾ തമിഴിലെയും തെലുങ്കിലെയും എന്തിനും മലയാളത്തിലെ പോലും ചില സിനിമകൾ 100-200 കോടി അടിക്കുമ്പോൾ ഒരു കാര്യം ഓർമ്മിക്കുക, അതിൻ്റെ മുകളിൽ കപ്പാസിറ്റിയുള്ള, അതിൻ്റെ മുകളിൽ നിൽക്കുന്ന നല്ല സിനിമയായിരുന്നു ഈ പറഞ്ഞ പോലെ ഭീഷ്മപർവം എന്ന ചിത്രം. ഭ്രമയുഗം മറ്റൊരു ചിത്രമായിരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് വന്നതെങ്കിലും അത് മലയാള സിനിമയെ ഞെട്ടിച്ച സിനിമ തന്നെയായിരുന്നു. ആ ഒരു സിനിമയും 100 കോടി അടിക്കാൻ ചാൻസ് ഉള്ളതായിരുന്നു. പക്ഷേ മമ്മൂട്ടി ഫാൻസ് ആ രീതിയിലേക്ക് എത്തിയില്ല എന്നുള്ളത് തന്നെയാണ് ഓപ്പണായി തന്നെ പറയാനുള്ളത്. ഇക്കുറി കളങ്കാവൽ വരുമ്പോൾ ഇത് നല്ല സിനിമയാണ്, മികച്ച സിനിമയാണ്, ഗംഭീര പെർഫോമൻസോടുകൂടി മമ്മൂട്ടി നിൽക്കുന്നതാണ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കുക, നിങ്ങളുടെ പെർഫോമൻസ് തിയേറ്ററുകളിൽ ഒന്ന് കാണിച്ചാൽ അത് വീണ്ടും ഒരു ഗംഭീര സംഭവമാകും. ആദ്യം 100 കോടിയിലേക്ക് എത്താനും കഴിയുമെന്നുള്ളത് തന്നെ നമുക്ക് പറയാം. എന്തായാലും കളങ്കാവൽ സിനിമയുടെ ടീസറിനായി കാത്തിരിക്കുന്നവർ ഒന്ന് കൈപൊക്കാം, കമൻസിലൂടെ വരാം. ഒപ്പം ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം. ഹൈപ്പ് എന്ന് പറഞ്ഞ ഒരു പുതിയ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ലൈക്ക് ചെയ്ത് കഴിയുമ്പോൾ യു ക്യാൻ ഹൈപ്പ് എന്ന് പറഞ്ഞ് കാണിക്കും. അതിലൊന്ന് ഞെക്കുക. നമ്മുടെ വീഡിയോ ഒന്ന് ഉഷാറാകാൻ അതുതന്നെയാണ് വേണ്ടത്. അപ്പോൾ കാത്തിരിക്കുന്നു നിങ്ങളുടെ സഹകരണങ്ങൾക്കും സ്നേഹത്തിനുമായി ഗ്രേ മീഡിയാസ്.